going to study Unit 9, Unit 10 and Unit 11 of the course BSOE 144, and that is reading of ethnographies. But Unit 9 is dealing with Mukkuvar woman, gender hegemony and capitalist transformation in a South Indian fishing community. It is written by Kalpana Ram. So by the end of this chapter, we should have a clear understanding of the position of women in Mukkuvar society. Mukkuvar സൊസൈറ്റിയിലെ സ്ത്രീകളുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാകും. അതുപോലെ ദ ഡിക്കോട്ടമി ഓഫ് ജെൻഡേർഡ് പവർ വിസർവിസ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്, ദെൻ ഡൊമസ്റ്റിക് യൂണിറ്റ് ബിൽഡിംഗ് ആൻഡ് പവർ ക്രിയേഷൻ, ആൻഡ് അറ്റ് ലാസ്റ്റ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫെമിനിൻ. ഇത്തരം കാര്യങ്ങളാണ് ഈ ലെസണിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. Ethnographies are a very interesting window to the study of society. അപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് എത്തനോഗ്രഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് തുറന്നു നൽകുന്നത്. എത്തനോഗ്രാഫി കൂടി സൊസൈറ്റിയെ പഠിക്കുക എന്നുള്ളത്. ബീങ് ഇൻറ്റൻസ്ലി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി, എത്തനോഗ്രഫീസ് ടെൻഡ് ടു ക്രിയേറ്റ് ദ വേൾഡ് സീൻ ബൈ ദ റിസർച്ചേഴ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ടു ദ റീഡർ. ദ വർക്ക് ബൈ കൽപ്പനാറാം ഡസ് ജസ്റ്റിസ്. അപ്പം ഈ കൽപ്പനാറാമിൻ്റെ ഈ വർക്കിൽ കൂടി ഒരു റീഡർ വായിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് എത്തനോഗ്രഫിയിൽ അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നും വിവരിച്ചിരിക്കുന്നത്. ദ വർക്ക് ബൈ കൽപ്പനാറാം does just this. We can imagine the Mukkuvar society unfolding in front of us. We read the work. അപ്പം നമുക്കിവിടെ മുക്കുവർ സൊസൈറ്റിയെ കുറിച്ചാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നമ്മുടെ മുന്നിൽ ഇതിൽ കൂടെ തുറന്നു കാട്ടുകയാണ് അദ്ദേഹം. The work on Mukkuvar woman by Kalpana Ram is to write of difference. On reading the ethnographic study, this becomes quite apparent as the Mukkuvar community and the existence of women within this community is marked by several differences from the common parlance. സാധാരണ ആളുകളെ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മുക്കുവർ സ്ത്രീകൾ അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇതിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത്. ഷീ ഡിസ്ക്രൈബ്സ് ദ കാത്തലിക് ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഇൻ എ വെരി റിയലിസ്റ്റിക് ഫാഷൻ വെൻ മെൻഷൻസ് അബൌട്ട് ദ ബസ് ഫ്രം നാഗർകോയിൽ ടു ഗോളാച്ചൽ. അപ്പോൾ ഇവിടെ ആ പോകുന്ന വഴി, മുക്കുവരുടെ ആ സ്ഥലത്തേക്ക് പോകുന്ന, ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന വഴിയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തേക്കുന്നത്. വിത്ത് എ പാഡി ഫീൽഡ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ റോഡ് അലോങ് വിത്ത് ഗ്രൗസ് ഓഫ് ജാക്ക് ഫ്രൂട്ട്സ്, ടാപ്പിയോക്കോ, മാംഗോ എക്സെട്ര. അപ്പോൾ ആ ഫീൽഡിൻ്റെ നടുക്ക് കൂടി വഴി കാണും. ഒരു വശത്ത് പാഡി ഫീൽഡ് ആണെങ്കിൽ മറ്റു സ്ഥലത്ത് റോഡിൻ്റെ മറ്റു വശത്ത് പല രീതിയിലുള്ള മരങ്ങൾ, ജാക്ക് ഫ്രൂട്ടിൻ്റെ, ടോപ്പിയോക്കൻ്റെ, അതുപോലെ മാംഗോ ട്രീസ് ഒക്കെ നിറഞ്ഞു കിടക്കുന്നത്. ദിസ് ഈസ് എ ഫെർട്ടൈൽ ആൻഡ് ഏരിയ വിത്ത് മച്ച് കൾട്ടിവേഷൻ. കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ഇത്. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡാണ് ഈ മുക്കുവർ താമസിക്കുന്ന ആ ഏരിയ. വുമൺ ക്യാൻ ബി സീൻ ഔട്ട്സൈഡ് ദിയർ ഹോംസ് pounding rice into a meal or selling vegetable saving for a bit. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ പറയുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് മുക്കുവർ സൊസൈറ്റി. ലെറ്റ് us ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ ഫോൾക്ക് ബേസ്ഡ് എറ്റിമോളജീസ് ഫോർ ദ കാസ്റ്റ് നെയിം മുക്കുവർ. അപ്പോൾ മുക്കുവർ എന്നുള്ള ആ പേര് കിട്ടാനുള്ള കാര്യങ്ങൾ എന്താണെന്ന്. അക്കോർഡിംഗ് ടു AK Iyer in 1909, the word മുക്കുവർ is connected with the Canaries മോഗർ. മോഗർ എന്നുള്ള കനേറിയൻ വേർഡിൽ നിന്നാണ് മുക്കുവർ എന്നുള്ള ആ പദം ലഭിച്ചിരിക്കുന്നത്. ബോത്ത് ദ വേർഡ്സ് കം ഫ്രം ദ സെയിം റൂട്ട്. ഈ രണ്ട് വേർഡ്സ് മുക്കുവറും അതുപോലെ മോഗറും രണ്ടും ഒരേ സംഗതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വിച്ച് മീൻസ് ടു ഡൈവ്. ടു ഡൈവ്, മുങ്ങുക, മുങ്ങിക്കുളിക്കുക, അല്ലെങ്കിൽ മുങ്ങാങ്കുളി ഇടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ മുങ്ങി പൊങ്ങുന്ന ഒരു അതിൽ നിന്നാണ് ഈ മുക്കുവർ എന്നുള്ള ആ വാക്ക് തന്നെ കിട്ടിയേക്കുന്നത്. സെൻട്രാലിറ്റി ഓഫ് ഒക്കപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഈസ് എവിഡൻറ്റ് ഹിയർ. In existence of the community. On seeing and understanding the Mukkuvar community, it becomes quite apparent that caste settlement is more than simply a geographical phenomena. അപ്പോൾ വിത്ത് എൻഡോഗമസ് സിസ്റ്റം ഓഫ് മാരേജ്, മൈഗ്രേറ്ററി ട്രിപ്സ് for work are common here. The migration occurs also because of pilgrimage purposes. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ആ പ്രത്യേകത, കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വുമൺ ആൻഡ് പവർ is generally painted by the 19th century dated materialism, where the ideologies of femininity was more
റെസ്ട്രിക്റ്റീവ് ആൻഡ് എ ബർഡൻ ഫോർ ദ വുമൺ ഓഫ് അപ്പർ സ്ട്രാറ്റ. അപ്പർ സ്ട്രാറ്റയിലുള്ള ആളുകൾക്ക് ആ പവർ എന്നുള്ള ആ ഒരു ഭാഗം കുറെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഈ ലോവർ സ്ട്രാറ്റയിലുള്ള ദിസ് വാസ് എ പാരഡോക്സ് ടു ദ ഫ്രീഡം ദാറ്റ് സീം ടു ഹാവ് എക്സിസ്റ്റഡ് ഇൻ ദ ലോവർ എക്കണോമിക് ക്ലാസ്സസ് ആൻഡ് കാസ്റ്റസ്. താഴേക്കിടയിലുള്ള സാമ്പത്തിക നിലയിലുള്ള ക്ലാസ്സസ് കാസ്റ്റസ് അവരുടെ ഇടയിൽ സ്ത്രീകളുടെ ആ പൊസിഷൻ വേറൊരു തരത്തിലായിരുന്നു. എങ്ങനെയാണ് അപ്പർ സ്ട്രാറ്റയിലുള്ള സ്ത്രീകൾ ജീവിച്ചിരുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിഗതി കൂടിയാണ് ലോവർ സ്ട്രാറ്റയിലുള്ള സ്ത്രീകളുടെ മുന്നോട്ടുള്ള പോക്ക്. ദിസ് കൈൻഡ് ഓഫ് എ മെറ്റീരിയലിസം ഹാസ് ലെഡ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ നോൺ പ്രോപ്പർട്ടീഡ് ക്ലാസ്സസ് ആൻഡ് ദെയർ ഡിപിക്ഷൻസ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ലെഡ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ നോൺ പ്രോപ്പർട്ടീഡ് ക്ലാസ്സസ്. അപ്പൊ സമ്പത്തൊന്നും ഇല്ലാത്ത ആ ക്ലാസ്സുകളുടെ ചിത്രീകരണം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ദ എൻറ്റയർ മെട്രിക് ഓഫ് കൾച്ചർ ആൻഡ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് സംവെയർ ബിക്കം ദ എക്സ്ക്ലൂസീവ് ഡൊമൈൻ ഓഫ് ദ അപ്പർ ക്ലാസ് ഓൺലി. ഫോർ ഓൾ അതേഴ്സ് ദ പ്രോബ്ലംസ് ബിക്കം റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ബീയിങ് എക്കണോമിക് വൺസ്. The important questions to be asked that the researcher uphold is that the economic imbalance do not occur without any cultural significance. അപ്പോൾ ഒരു എക്കണോമിക് ഇംബാലൻസ് ഹയർ പൊസിഷനിലുള്ള സ്ത്രീകളുടെയും ലോവർ പൊസിഷനിലുള്ള സ്ത്രീകളുടെയും ജീവിത രീതികൾ രണ്ടും വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അതിന് ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസും കൂടിയുണ്ട്. ഇങ്ങനെ വരാനുള്ള ഈ എക്കണോമിക് ഇംബാലൻസിന് എക്കണോമിക് ഇംബാലൻസ് ഉണ്ടാക്കിയതിനൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും കൂടി നമുക്ക് കാണാൻ പറ്റും. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് about the division of labor that the researcher points out is the varying of utilization of resources of the ocean by the women. They could do so only through the men. അപ്പോൾ ഈ പുഴയിലേക്ക് പോകുക അല്ലെങ്കിൽ കടലിൽ പോവുക വർക്ക് ചെയ്യുക എന്നുള്ള ആളുകളുടെ ആ ജോലി, പക്ഷെ അതിൽ സ്ത്രീകളുടെ സ്ഥാനം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഫാക്ട് ദേ മേ നോട്ട് പ്രാക്ടീസ് ദ മോസ്റ്റ് ലുക്രേറ്റീവ് ഒക്കപ്പേഷൻ ദാറ്റ് ഡിഫൈൻസ് ദ കമ്മ്യൂണിറ്റി ഫിഷിംഗ്. ഫിഷിംഗ് എന്നുള്ള ആ കമ്മ്യൂണിറ്റിയുടെ ആ ഫിഷിംഗ് എന്നുള്ള തൊഴിലിൽ ഇവര് അങ്ങനെ ആണുങ്ങൾ എങ്ങനെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് അതുപോലെ അവരതിനകത്ത് ഏർപ്പെട്ടിട്ടില്ല. ബട്ട് ദ സോ കോൾഡ് ഇക്വാലിറ്റേറിയൻ മുക്കുവർ സൊസൈറ്റി ദെൻ ഗ്രാജുവലി അൺറാവൽസ് ദ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് വിത്ത് ദ ഫ്രാഗ്മെന്റ്സ്. ഈ ലൊക്കേറ്റിംഗ് വുമൺ വിത്തിൻ ദ മുക്കുവർ കമ്മ്യൂണിറ്റി. മുക്കുവർ കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകളെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ദ വുമൺ വിത്തിൻ ദ മുക്കുവർ കമ്മ്യൂണിറ്റി ആർ റെസ്ട്രിക്റ്റഡ് ടു ദ ഡൊമസ്റ്റിക് ഡൊമൈൻ ലാർജ്ലി. അപ്പൊ കൂടുതലായിട്ടും അവർ വീട്ടിലെ കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതിലാണ് ഈ മുക്കുവർ സ്ത്രീകൾ കൂടുതൽ വ്യാപൃതരായിരിക്കുന്നത്. ഈവൻ വെൻ ഔട്ട് ദേ മെയിൻറ്റെയിൻ ദെയർ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദ മെൻ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈവൻ വെൻ ഔട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ അവരെപ്പോഴും പുരുഷന്മാരിൽ നിന്ന് വളരെ അകന്ന ഒരു ദൂരം തന്നെ അവരെപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒപ്പമൊന്നും പോവാറില്ല, അവരിൽ നിന്ന് അകന്നു മാറിയാണ് ഇവർ സാധാരണ സഞ്ചരിക്കാറുള്ളത്. ദിസ് എൻറ്റയർ ഡിസ്റ്റൻസിങ് ആൻഡ് ഫ്രീഡം ഈസ് ഇൻട്രിക്കേറ്റഡ് പ്ലാൻഡ് ആസ് ഇറ്റ് ഈസ് ഡിഫർ വിത്ത് ഏജ് ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദ വുമൺ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവർക്ക് അവരോടൊപ്പം പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് അത് ഏജും സ്റ്റാറ്റസും ഒക്കെ നോക്കിയിട്ടാണ്. വൈൽ ദ യങ്ങർ വുമൺ ഹു ആർ അൺമാരീഡ് ഫേസ് മച്ച് സ്ട്രിക്റ്റർ സർവൈലൻസ്. അപ്പൊ യങ്ങർ വുമൺ ആണെങ്കിൽ സ്ത്രീകൾ യുവതികളാണ്, അതുപോലെ തന്നെ അൺമാരീഡും ആണെങ്കിൽ അവരുടെ നേരെയുള്ള നിയന്ത്രണം കൂടുതലാണ്. അവർക്ക് ഒട്ടും അടുത്ത് പുരുഷന്മാർ എവിടെ കൂടി പോകുന്ന അതിനടുത്തുകൂടി അങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ ദ വുമൺ ഓവർ 40 വിഡോസ് എൻജോയ് മച്ച് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. പക്ഷെ 40 മുകളിലുള്ള സ്ത്രീകൾ അതല്ലെങ്കിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്കൊക്കെ സഞ്ചരിക്കാൻ വളരെയധികം ഫ്രീഡം ഉണ്ട്. എന്നാൽ ചെറുപ്പക്കാർക്ക് അവരെ പോലെ സഞ്ചരിക്കാനുള്ള ഫ്രീഡം ഇല്ല. ദ സ്പേസ് ഡൊമിനേറ്റഡ് ബൈ ദ വുമൺ റിമെയിൻസ് ദ ഡൊമസ്റ്റിക് സ്പേസ് ആസ് വെൽ ആസ് ദ ഏരിയാസ് അറൌണ്ട് ഇറ്റ് ലൈക്ക് ദ വെൽസ് എക്സെട്ര. ഓൺ ദ കോൺട്രറി ദ മെയിൽ സ്പേസ് ഈസ് ദ സീ, ബീച്ചസ് എക്സെട്ര. അപ്പോൾ സ്ത്രീകൾ കൂടുതലും വീടും വീടിന് ചുറ്റുപാടുമുള്ള അതിൻ്റെ വീടിനുള്ളിലായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കണമെങ്കിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് മെയിൽ
സ്ത്രീകളുടെ ജീവിത രീതി. അവർ കൂടുതലും കടലും കടൽ തീരവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. വേർ ദ ബോട്ട്സ് ആൻഡ് പ്രൊഫഷണൽ വർക്ക് ടേക്സ് പ്ലേസ്. അവരുടെ വർക്ക് എന്ന് പറയുന്ന ബോട്ടിൽ പോവുക അല്ലെങ്കിൽ അവരുടെ ജോലികൾ ചെയ്യുക, അത് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അധിക സമയവും കടലും കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഇൻഫാക്ട് മെനി മെൻ സ്ലീപ്പ് ഓൺ ദ ബീച്ച് അണ്ടർ ദ ഓപ്പൺ സ്കൈ ആൻഡ് ഡു നോട്ട് റിട്ടേൺ ടു ദെയർ ഹോംസ് മെനി ടൈംസ്. പലപ്പോഴും പല ആളുകളും അവരുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാറില്ല. ആ ബീച്ചിൽ തന്നെ കിടന്നിട്ട് ഉറങ്ങി അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതി കാണാറുണ്ട്. ദ മെൻ മോർ ഓവർ നീഡ് ടു ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദെയർ പ്രസൻസ് ഓർ ദെയർ ഡ്യൂട്ടീസ് ഓഫ് വർക്ക്. അപ്പൊ അവര് വീട്ടിൽ വരാത്തതിന് അവർക്ക് തനതായ കാര്യങ്ങളും പറയാനുണ്ട്. ജസ്റ്റിഫൈ ചെയ്യണത് ഇങ്ങനെയാണ്, അവർക്ക് അവരുടെ ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കേണ്ടതായിട്ട് വന്ന് അങ്ങനെ പറയും. ദെയർ വേസ് ഓഫ് എന്റർടൈൻമെന്റ് ആൻഡ് ലേസിംഗ് അറൌണ്ട് ആർ ഓൾസോ ക്വൈറ്റ് അപ്പാരന്റ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവർക്ക് പലതരത്തിലുള്ള എന്റർടൈൻമെന്റും അവിടെ നടക്കാറുണ്ട്. ദേ ക്യാൻ ഫ്രീലി മൂവ് ആൻഡ് ആക്സസ് ദ വില്ലേജ് സ്ക്വയർ, ടോഡി ഷോപ്പ്, ഷാഡി ഗ്രോസ് ആൻഡ് ക്യാൻ ഓൾസോ വിസിറ്റ് സിനിമ ഹൗസസ് ഓർ ടീ ഷോപ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലാർജർ ടൗൺസ് ഓഫ് കൊളാച്ചിൽ. അപ്പൊ കൊളാച്ചിൽ എന്നുള്ള സ്ഥലത്തിനടുത്ത് ആ തീരപ്രദേശത്ത് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്റർടൈൻമെന്റ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. വില്ലേജ് സ്ക്വയർ ഉണ്ട്, അതുപോലെ ടോഡി ഷോപ്സ്, അതുപോലെ ഷാഡി ഗ്രൗസ് ഉണ്ട്, മരച്ചായകൾ ഉണ്ടായിരിക്കും. ആൻഡ് ക്യാൻ ഓൾസോ വിസിറ്റ് സിനിമ ഹൗസസ്. അതുപോലെ സിനിമ ഹൗസസും അതിനടുത്തുണ്ടാവും, അതല്ലെങ്കിൽ ടീ ഷോപ്സ് ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെ സമയം കളയുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ ജോലി. ഇൻ ഷോർട്ട്, ദ പബ്ലിക് venues are all openly and easily accessible to them. This is in sharp contrast to the women who rarely access the public spaces or loiter around. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് പല പൊതുസ്ഥലങ്ങളും ഉണ്ട് പുരുഷന്മാർക്ക് പോകാൻ, പക്ഷെ സ്ത്രീകൾ അങ്ങോട്ടേക്കൊന്നും പോവാറില്ല. their movement outside is marked only by work. അതിന് പുറത്ത്, വീടിന് പുറത്ത് അവർ പോകുക എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് അവരങ്ങനെ പോകുക. ഫോർ എന്റർടൈൻമെന്റ് ആൻഡ് അതർ purposes, they may sit at the porch of their homes or the sandy lanes outside the houses. അപ്പൊ അവർക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റിന് വേണമെങ്കിൽ അവർ പുറത്തല്ല പോകാറില്ല, വീടിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് ആ മണലിലൂടെ ഇരുന്ന് അവിടെ കൂട്ടുകാരൊക്കെ ഒത്തിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, അങ്ങനെയാണ്. അതാണ് അവരുടെ എന്റർടൈൻമെന്റ്. ദ ഡിസ്റ്റൻസിങ് ഫ്രം ദ സീ ബിക്കംസ് എ സിഗ്നിഫിക്കന്റ് റീസൺ ഫോർ ലാക്ക് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ among women. So the exclusion of women from fishing and their debarring from trade can be explained in economic terms. So this would lead to vanishing of the existence of social processes that are the refined structure creating such disparities. The space and access to space cannot thus simply be explained in economic terms but deserves a detailed social explanation and analysis also. അപ്പൊ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പുറത്തു പോവുക അല്ലെങ്കിൽ സമ്പാദിച്ചു കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവര് തടയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരാൽ കഴിയുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ആ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്. ദ സ്പേസ് ആൻഡ് ആക്സസ് ടു സ്പേസ് കനോട്ട് ദ സിംപ്ലി ബി എക്സ്പ്ലെയിൻഡ് ഇൻ എക്കണോമിക് ടേംസ് ബട്ട് ഡിസേർവ്സ് എ ഡീറ്റെയിൽഡ് സോഷ്യൽ എക്സ്പ്ലനേഷൻ ആൻഡ് അനാലിസിസ് ഓൾസോ. ഇൻ ഹ്യൂമൻ ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് സാക്രഡ്. വുമണും അവരുടെ ആ പരിശുദ്ധി എന്നുള്ള ആ കാര്യത്തെ കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത്. അക്കോർഡിംഗ് ടു പോപ്പുലർ ബിലീവ്സ് ഹിയർ വുമൺ ആർ ഓൾസോ റിഗാർഡഡ് ആസ് ഡേഞ്ചറസ് ടു മെൻ. അപ്പോൾ സ്ത്രീകളെ പുരുഷന്മാർക്ക് അപകടകാരികളായിട്ടാണ് സ്ത്രീകളെ പൊതുവെ അറിയപ്പെടുന്നത്. അവിടുത്തെ ഉള്ള ഒരു വിശ്വാസമാണ്. ദ ഡേഞ്ചർ ദേ മേ കോസ് അഗൈൻസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ് ആൻഡ് സോഷ്യൽ പൊസിഷൻ ദാറ്റ് ദേ ഹാവ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ അവർക്കുള്ള സോഷ്യൽ പൊസിഷനും അതുപോലെ അവരുടെ ഏജിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ അപകടകാരികളാണെന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ ഫ്രെയിം റെലിഗേറ്റ്സ് വുമൺ ആസ് ബീങ് എ ത്രെറ്റ് ടു മെൻസ് പെർസ്യൂട്ട് ഓഫ് ദെയർ ലേബർ, മെയിൻലി ഫിഷിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ അവിടുത്തെ പുരുഷന്മാരുടെ തൊഴിൽ മുഖ്യമായിട്ടും ഫിഷിംഗ് ആക്ടിവിറ്റീസ് ആണ്, മത്സ്യബന്ധനത്തിന് പോവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ സ്ത്രീകൾ അവർക്ക് പലപ്പോഴും ഒരു ത്രെറ്റ്, ഭീഷണിയാവാറുണ്ട്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് എ വുമൺ ക്രോസിംഗ് എ മാൻസ് പാത്ത് ഗോയിങ് ഓൺ വർക്ക് ടേൺസ് ദ സീ ആസ് റഫ് ആൻഡ് ക്രേസി. അപ്പൊ ഒരു പുരുഷൻ ജോലിക്കായിട്ട് പോകുമ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ അതൊരു അപകടം ക്ഷണിച്ചു വരുത്തുന്നതായിട്ടാണ് അവര് കാണുന്നത്. അപ്പൊ അത് ഇങ്ങനെ കണ്ടാല് കടല് ക്ഷോഭിക്കും എന്നുള്ള ഒരു ചിന്താധാര അവിടെ പ്രചരിച്ചിട്ടുണ്ട്. ദേ മസ്റ്റ് ദസ് സ്റ്റേ ഔട്ട് ഓഫ് സൈറ്റ് ഓഫ് മെൻ വെൻ ദ ലേറ്റർ
ആർ മൂവിങ് ഫോർ ഔട്ട് വർക്ക്. അപ്പോൾ മറ്റ് പുരുഷന്മാർ പുറത്ത് ജോലിക്കായിട്ട് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട് സ്ത്രീകൾ. ദിസ് വാസ് ദ റീസൺ ദാറ്റ് ദ റിസർച്ചർ റിയലൈസ് ദാറ്റ് ദ യങ് ഗേൾസ് അവോയ്ഡഡ് ടേക്കിംഗ് ദി ഷോർട്ട് റൂട്ട് ടു ദ village as that lied in front of the beach. Any wrongful or incorrect conduct by the woman become the reason for any kind of turbulence faced by the men. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ സ്ത്രീയുടെ പെരുമാറ്റം പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവർ വർക്കിന് പോകുന്ന സമയത്ത് പുരുഷന്മാർ ഈ സ്ത്രീകളെ കാണുകയും ചെയ്താൽ അവർക്ക് അപകടങ്ങൾ കൂടുമെന്നുള്ള, അവരുടെ സേഫ്റ്റിക്ക് അത് ബാധകമാകും, അവരുടെ സുരക്ഷിതത്തിന് തടസ്സമായി തീരുമെന്നുള്ളൊരു ചിന്താധാര അവിടെ നിലനിൽക്കുന്നുണ്ട്. സച്ച് റെഫറൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ പോപ്പുലർ നോവൽസ് ലൈക്ക് ചെമ്മീൻ ബൈ തകഴി ശിവശങ്കരപിള്ള. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റെഫറൻസ് ആയിട്ട് കിട്ടുന്നത് ചെമ്മീൻ, തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്നുള്ള സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ ആ നോവലിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാണ്. ഹിയർ ദ മാൻ ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ ഗേൾ റാദർ ദാൻ ദ അതർ വേ റൗണ്ട്. അപ്പം ദ ചേസിറ്റി ഓഫ് വുമൺ ആൻഡ് ദിയർ പ്രേയേഴ്സ് ദാറ്റ് ബ്രിങ് മെൻ സേഫ് ഫ്രം ദ സീ. അപ്പം സ്ത്രീയുടെ പരിശുദ്ധി അല്ലെങ്കിൽ ചാരിത്രശുദ്ധി, അതുപോലെ അവളുടെ പ്രാർത്ഥന, അതാണ് മനുഷ്യന് പുരുഷന്മാരെ അവരുടെ പുരുഷന്മാരെ കടലിൽ നിന്നും, കടലിലെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. ഇൻ ദ നോവൽ ദ ഹീറോയിൻസ് മദർ ടെൽസ് ഹെർ ഡോട്ടർ. അതുകൊണ്ട് തന്നെ ഈ ചെമ്മീൻ എന്നുള്ള നോവലിൽ ആ ഹീറോയിന്റെ മദർ അവരോട് പറയാറുണ്ട്, പ്യൂരിറ്റി ഈസ് ദ ഗ്രേറ്റ് തിങ് ചൈൽഡ്. പ്യൂരിറ്റി, ചാരിത്രശുദ്ധി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറയാറുണ്ട്. ദ സ്ട്രെങ്ത് ആൻഡ് ദ വെൽത്ത് ഓഫ് ദ ഫിഷർമാൻ ലൈ ഇൻ ദ പ്യൂരിറ്റി ഓഫ് ഹിസ് വൈഫ്. അപ്പൊ ആ ശക്തിയും സമ്പത്തും, ഒരു ഫിഷർമാന്റെ ശക്തിയും സമ്പത്തും എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് അയാളുടെ സ്ത്രീയിലെ ചാരിത്ര്യ ശുദ്ധിയിലാണെന്നാണ് പറയുന്നത്. ദ ചൈൽഡ് യു മസ്റ്റ് നോട്ട് ബി ദ കോസ് ഓഫ് ദ റൂയിൻ ഓഫ് ദ സീ ഫ്രണ്ട്. അതുകൊണ്ട് കുട്ടി ഒരിക്കലും നീ അവന്റെ നാശത്തിന് ഇടവരുത്തരുത്, അവന്റെ രക്ഷയ്ക്കായിട്ട് വേണ്ടി നിലനിൽക്കണമെന്ന്. വിത്തിൻ മുക്കുവർ കത്തോലിസം ദ ഫീമെയിൽ പ്രിൻസിപ്പൽ ഡോമിനേറ്റ്സ് ബോത്ത് ദ ഗുഡ് ആൻഡ് ഈവിൾ സൈഡ്. അപ്പോൾ ഈ മുക്കുവർ കാത്തലിക്സ് മുക്കുവറിലെ ഫീമെയിൽ പ്രിൻസിപ്പൽ ഡോമിനേറ്റ്സ് ബോത്ത് ദ ഗുഡ് ആൻഡ് ഈവിൾ. അവരുടെ നല്ലതും ചീത്ത അവർ കാണുന്നുണ്ട്. ദ ഫിഗർ ഓഫ് മേരി എക്സിസ്റ്റ് ഓൺ ദ ഗുഡ് സൈഡ്. മേരിയുടെ ചിത്രം അവർക്ക് നല്ല സൈഡാണ് കാണിച്ചു കൊടുക്കണമെങ്കിൽ ദ ഈവിൾ ഈസ് ദ ഹിന്ദി ഗോഡസ് ഇസാക്കി ആൻഡ് ഹെർ കമ്പാനിയൻസ്. ഇസാക്കി അതുപോലെ അതിൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ആ ചിത്രം അവർക്ക് മോശമായിട്ടുള്ള സൈഡാണ് കാണിച്ചു കൊടുക്കുന്നത്. ദ ഫിമെയിൽ പ്രിൻസിപ്പിൾ ഈസ് ജനറേറ്റഡ് മാർക്ഡ് ആസ് എ റെൻഡിഷൻ ഇൻ സപ്പോർട്ട് ഓഫ് ദ മെയിൽ പ്രിൻസിപ്പിൾ. ദിസ് സ്ട്രഗിൾ ക്യാൻ ബി correlated to the leadership of Sanskrit and non-Brahminic traditions. For instance, in support of Lords Vishnu or Shiva, Parvati or Lakshmi become the submissive ones who do not have the freedom to inflict anger on mankind. Mankindly ആങ്കർ ഉണ്ടാക്കാതിരിക്കാൻ ഈ ദേവതകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദിസ് കൺസെപ്ഷൻ ഇൻ ഷോർട്ട് ഈസ് പാലോസെൻട്രിക്, വെയർ ഇൻ ദ മെയിൽ കൺട്രോൾ ഈസ് സ്ട്രെസ്ഡ് ആൻഡ് ദ ഫെമിനിൻ ഈസ് റിഗാർഡഡ് ആസ് ട്രബിൾസം. അപ്പൊ ഇങ്ങനെ പല വിശ്വാസങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് മുക്കുവരുടെ ഇടയിൽ നിൽക്കുന്ന ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സ്ട്രഗിൾസ് ആൻഡ് ഡയലോഗ്സ് ഓവർ കൺസ്ട്രക്ഷൻ ഓഫ് കൾച്ചറൽ മീനിങ് ആൻഡ് ദ ഓട്ടോണമി ഓൾ റിവോൾവ് അറൌണ്ട് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫെമിനിറ്റി. ദർ ദസ് എക്സിസ്റ്റ് ഡിഫറെന്റ് കൺസെപ്ഷൻസ് ഓഫ് ജെൻഡർ ആൻഡ് റിലിജൻ എമംഗ് മുക്കുവർ റിലേഷൻസ്. അപ്പൊ മുക്കുവർ റിലേഷൻസിൽ ജെൻഡറിനെ അനുസരിച്ച് പല വിശ്വാസങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ രക്ഷയ്ക്കും ദോഷത്തിനും ആകാറുണ്ട്. ദ സ്റ്റേജസ് ഓഫ് എ വുമൺസ് ലൈഫ്. ഇനി വുമൺസ് ലൈഫിന്റെ സ്റ്റേജസ് എങ്ങനെയാണ്? ദർ ആർ വേസ് ഇൻ വിച്ച് ഫീമെയിൽ ബോഡി ചേഞ്ചസ് ആൻഡ് ഈസ് സപ്പോസ് ടു ബി കെപ്റ്റ് വിത്ത് ഏജ്. ഏജ് ആവുന്നതോടുകൂടി ഒരു സ്ത്രീയുടെ ബോഡി പല പരിവർത്തനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്, പല സ്റ്റെപ്പിൽ കൂടി. ഫോർ ഇൻസ്റ്റൻസ് ഇൻ കേസ് ഓഫ് ഹെയർ, ഇപ്പൊ ഹെയർ നോക്കുകയാണെങ്കിൽ ഹെയർ മേ ബി കെപ്റ്റ് ഷോർട്ട് ഫോർ യങ് ഗേൾ. ചെറിയ കുട്ടികളുടെ മുടിയാണെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ടാവും, കട്ട് ചെയ്തതായിരിക്കും. ആസ് ദ ഏജ് ഗ്രോസ്,
വയസ്സ് കൂടുന്തോറും ദ ഹെയർ മസ്റ്റ് ബി ഓയിൽഡ് ആൻഡ് പ്ലേറ്റഡ്. അപ്പോൾ വയസ്സ് കൂടുമ്പോൾ മുടി വളരും, മുടി അപ്പോൾ ഓയിൽ ചെയ്യുക, ശരിക്ക് വെക്കുക, കെട്ടിവെക്കുക എന്നുള്ള ഒരു ഇത് വരും. ഓൾസോ ആഫ്റ്റർ പ്യൂബർട്ടി, എന്നാൽ പ്യൂബർട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻഡ് എസ്പെഷ്യലി ആഫ്റ്റർ മാരേജ്, പ്രത്യേകിച്ച് മാരേജിന് ശേഷം ദ ഹെയർ മസ്റ്റ് ബി ടൈറ്റ്ലി മെയ്ഡ് ഇൻ ടു എ ബൺ, ഒരു ബൺ പോലെ ചുരുട്ടി കെട്ടി വെക്കാറുണ്ട്. ദ ഹെയർ ആർ ലെഫ്റ്റ് ഓപ്പൺ ഓൺലി ആഫ്റ്റർ ബാത്ത്, കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി അഴിച്ചിടാറുണ്ട്. വെൻ ദേ ഷുഡ് ബി ഡ്രൈഡ്, അത് ഉണങ്ങണമെന്ന് വരെ. അതർ ദാൻ ബാത്ത്, അപ്പോൾ കുളിക്കാതെ തന്നെ, കുളിക്കുന്നതിന് അല്ലാതെ മുടി അഴിച്ചിട്ട് അത് ശുഭലക്ഷണമല്ല, അശുഭ ലക്ഷണമായിട്ടാണ് അവിടെ കാണുന്നത്. ദിസ് മേ സിംബോളൈസ് ദ ഗ്രീഫ് ദാറ്റ് കംസ് വിത്ത് വിഡോഹുഡ് ആൻഡ് എനി കൈൻഡ് ഓഫ് ആങ്കർ ഓർ സെക്ഷൽ പാഷൻ. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ദ ഹിന്ദു വാല്യൂ സിസ്റ്റം എക്സ്പ്ലിസിറ്റ് ഷോക്കേസസ് ഇൻ മെൻസുറേഷൻ ടൈസ്. മെൻസുറേഷൻ ടൈസിനും പല രീതിയിലുള്ള വിവരണങ്ങൾ ഹിന്ദു സിസ്റ്റത്തിൽ നിൽക്കുന്നുണ്ട്. വിത്തിൻ ദ തമിഴ് സൊസൈറ്റി ദ ഫസ്റ്റ് മെൻസുറേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ഓസ്പീഷ്യസ്. അപ്പോൾ തമിഴ് സൊസൈറ്റിയിൽ ഫസ്റ്റ് മെൻസുറേഷനെ പരിഗണിക്കുന്നത് വിശുദ്ധിയുടെ ഒരു കാര്യമായിട്ടാണ്. ആൻഡ് ഈസ് സെലിബ്രേറ്റഡ്, ആ സമയം സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ദിസ് ഈസ് ഓഫ് മച്ച് സിഗ്നിഫിക്കൻസ് ടു ദ മുക്വർ ഫീമെയിൽ. മുക്വർ ഫീമെയിലിന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടത്. തമിഴ് സൊസൈറ്റി ഇറ്റ് ഈസ് ഓൾസോ മെൻസുറേഷൻ സ്റ്റേജസ് ദാറ്റ് ആർ മാർക്ഡ് ബൈ റിച്വൽസ്. മെൻസുറേഷൻ പീരീഡിൽ പല റിച്വൽസ് ചെയ്യുന്നത് കാണാം. വൈൽ ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് സെലിബ്രേഷൻ, ദ അതർ റെപ്രസെന്റ് സെക്കുലേഷൻ. അപ്പൊ ഫസ്റ്റ് മെച്ചുറേഷന്റെ സമയത്ത് അതൊരു ഓസ്പീഷ്യസ് ആയിട്ടും അതുപോലെ അതിന് ഒരു പ്രത്യേക അതിന് സെലിബ്രേഷനായിട്ട് കണക്കാക്കാറുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള മെൻസുറേഷൻ പീരീഡിലൊക്കെ സെക്കുലേഷൻ ആണ്, അവരെ മാറ്റി നിർത്തുന്നതായിട്ട് കാണാറുണ്ട്. ദ സെക്കുലേഷൻ ഓൾസോ ക്യാരീസ് മേജർ ഫിയേഴ്സ് ആൻഡ് ഓവർടൂൺ ഓഫ് പൊല്യൂഷൻ, സബ്സ്റ്റൻസ് ഫ്രം പബ്ലിക് വർഷിപ്പ്, ഡീബാറിംഗ് ഫ്രം ഡൊമസ്റ്റിക് കുക്കിംഗ് ആൻഡ് സോ ഓൺ. ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടാണ് അങ്ങനെ അവരെ മാറ്റി നിർത്തുന്നത്. സച്ച് പ്രാക്ടീസസ് ദാറ്റ് ഇൻവോൾവ് സെക്കുലേഷൻ ആർ ആബ്സെന്റ് ഫ്രം ദ മുക്വർ സൊസൈറ്റി. എന്നാൽ ചില മുക്വർ സൊസൈറ്റിയിൽ ഇതുപോലെയുള്ള മാറ്റി നിർത്തൽ അവരുടെ ഇടയിലില്ല. ഇറ്റ് ഈസ് എമംഗ് ദ മുക്വാസ് ദാറ്റ് വുമൺ ഗോ ഔട്ട് ഫോർ വർക്ക്. ചില മുക്കുവരുടെ ഇടയിൽ ആ സമയത്തും സ്ത്രീകൾ ജോലിക്ക് പോകാറുണ്ട്. അറ്റൻഡ് ചർച്ച് സർവീസ്, അതുപോലെ ചർച്ച് സർവീസസ് ആരാധനാലയങ്ങളിലും ഒക്കെ പോകാറുണ്ട്. റെഗുലർ ലീവ്സ് ഡ്യൂറിങ് മെൻസുറേഷൻസ് ഓൾസോ. മെൻസുറേഷൻ പീരീഡിലും അവര് റെഗുലർ രീതിയിലുള്ള ജീവിത രീതിയാണ് തുടർന്നു പോകുന്നത്. ചിലവർക്ക് മാത്രമാണ് മാറി നിൽക്കുക എന്നൊക്കെ ഉള്ളത്. എമംഗ് മുക്കുവർ വുമൺ മെൻസുറേഷൻ ഈസ് കോൾഡ് മഹാവിളികം ഓർ ദ മന്ത്ലി ക്ലിൻസിങ്. മുക്കുവർ വുമൻസ് മെൻസുറേഷനെ പറയുന്നത് മഹാവിളികം അല്ലെങ്കിൽ മന്ത്ലി ക്ലെൻസിങ് എന്നാണ്. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ആചാരങ്ങൾ നമുക്ക് അവിടെ കാണാം. ഈ ഡൊമസ്റ്റിക് യൂണിറ്റ് ആസ് എ സ്റ്റെപ്പ് ടവേഴ്സ് പവർ. അപ്പൊ ഡൊമസ്റ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പവറിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ റീഡിങ്ങിൽ കൂടി മനസ്സിലാകാം. സ്ത്രീകളുടെ പവറും സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ലെങ്കിലും ചില സമയത്ത് ഫിഷർമാന് അധികം സമ്പാദ്യം ഉണ്ടാവും, അധികം പൈസ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടാത്ത സമയം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുടുംബത്തിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എപ്പോഴും സ്ത്രീകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേക, അവരുടെ ആ ഓരോ സ്റ്റേജ് അനുസരിച്ച് അവർക്കൊരു പ്രത്യേക പവറും കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ആൻഡ് റിച്വൽ ബോൺസ് ആർ ബോത്ത് യൂട്ടിലൈസ്ഡ് ബൈ ദ മുക്കവർ വില്ലേജ് വുമൺ ത്രൂ ദ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റംസ് ലൈക്ക് മാരേജ്, കിൻഷിപ്പ്, നൈബർഹുഡ് ആൻഡ് സോ ഓൺ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ occur here also, thereby blurring the distinct gap between the domestic and extra domestic domains. This is necessary for daily existence and survival of households. അപ്പൊ ഇതാണ് ഈ മുക്കുവർ ഫാമിലിയെ കുറിച്ച് അദ്ദേഹം തന്നിരിക്കുന്ന വിവരണങ്ങൾ. ഇനി അടുത്തത് യൂണിറ്റ് 10 ആണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ ആന്ത്രപ്പോളജി ഓഫ് പൊളിറ്റിക്സ്. ഇത് എഴുതിയിരിക്കുന്നത് FG ബെയ്ലി ആണ്. അപ്പോൾ originally written in 1969, this book is an important addition to the field of social anthropology as it traces the ways in which political institution can be understood and can be understood by looking at certain rules and regulations, very much like the games that one plays and the rules that are associated with these games. അപ്പോൾ 1969 ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ
This book is an important addition to the field of social anthropology. Social anthropology ഒരു പ്രധാനപ്പെട്ട അഡീഷനാണ് ഈ ബുക്ക്. ഇറ്റ് ട്രേസസ് ദ വേസ് ഇൻ വിച്ച് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏത് രീതിയിൽ കൂടി മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ലുക്കിംഗ് അറ്റ് സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊരു ഗെയിം പോലെയാണ്. ഗെയിം കളിക്കാൻ നേരത്ത് നമുക്ക് അതിലെ പാർട്ട്നേഴ്സിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യത്തിൽ നടക്കുന്നത്. ദ വർക്ക് ഈസ് റൂട്ടഡ് ഇൻ ദ പോസിറ്റിവിസ്റ്റ് ഐഡിയോളജി ദാറ്റ് റെസ്റ്റ് ഓൺ ടു സെൻട്രൽ അസംഷൻസ്, namely that the world has a discoverable order and that the knowledge pertaining to that order has been made of segments that have already undergone experimentation and whose validity has been determined. But this book is an attempt to look at the strategies and the devices that politicians resort to when they are faced with different situations. Different situationsൽ പൊളിറ്റീഷ്യൻസ് അനുകരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിൽ കൂടി വ്യക്തമാക്കുന്നത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് എ ഗെയിം, ഈ ബുക്കിന്റെ ഒരു ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്കൽ സിസ്റ്റം അതൊരു ഗെയിമിനെ പോലെ മനസ്സിലാക്കുക എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ബെയ്ലി ബിഗിൻസ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ബൈ ഇക്വേറ്റിംഗ് ഇറ്റ് ടു എ ഗെയിം ആൻഡ് ഹോൾഡ് ദാറ്റ് ജസ്റ്റ് ആസ് ദർ ആർ റൂൾസ് ഇൻ എ ഗെയിം ആൻഡ് ദ കോമ്പറ്റേറ്റേഴ്സ് എഗ്രീഡ് ഓൺ വാട്ട് ദോസ് റൂൾസ് ആർ, ഇൻ എ സിമിലർ മാനർ പൊളിറ്റിക്സ് ഓൾസോ ഹാസ് ദിസ് മ്യൂച്വലി എഗ്രീഡ് അപ്പോൺ റൂൾസ്. അപ്പൊ ബെയ്ലി പറയണത് പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു ഗെയിം പോലെയാണെന്ന്. ഇവിടെയും കുറെ റൂൾസ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഗെയിം നടക്കുകയാണെങ്കിൽ അതിലെ മത്സരാർത്ഥികൾ ചില നിയമങ്ങൾ പാലിച്ചു വേണം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് പാലിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഹൗവർ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം പൊളിറ്റിക്കൽ റിസംബിൾസ് ലെസ് ഓഫ് എ ഗെയിം. അപ്പൊ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊളിറ്റിക്സ് ഒരു ഗെയിം അല്ലാതെ തന്നെ ആൻഡ് മോർ ഓഫ് എ ഫൈറ്റ്. അതവിടെ ഒരു ഫൈറ്റ് അല്ല, ഇൻ വിച്ച് ദ ഫൈനൽ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് ടു ജസ്റ്റ് വിൻ എ ഗെയിം. അപ്പൊ ഗെയിമിൽ എപ്പോഴും ഗെയിമിൽ ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ ഗെയിമിൽ ജയിക്കുക മാത്രമല്ല പൊളിറ്റിക്സിന്റെ ലക്ഷ്യം, ബട്ട് റാദർ ടു ഡിസ്ട്രോയ് ദാറ്റ് ഗെയിം ഇൻ സച്ച് എ വേ ദാറ്റ് ന്യൂ സെറ്റ് ഓഫ് റൂൾസ് മേ ബി എസ്റ്റാബ്ലിഷ്ഡ്. ആ ഗെയിം തന്നെ ഇല്ലാതെയാക്കിയിട്ട് അവിടെ പുതിയൊരു സെറ്റ് റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പൊളിറ്റിക്സിന്റെ ലക്ഷ്യം. ഹി ടോക്സ് അബൌട്ട് ടു കൈൻഡ്സ് ഓഫ് റൂൾസ് ദാറ്റ് എക്സിസ്റ്റ്. അപ്പൊ അദ്ദേഹം ബെയ്ലി ഇവിടെ രണ്ടു തരം റൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദ നോർമറ്റീവ് റൂൾസ് ഓർ റൂൾസ് ദാറ്റ് ആർ ഔട്ട് ഓഫ് ദെയർ ഇൻ ദ പബ്ലിക്. ഒന്ന് നോർമറ്റീവ് റൂൾസ് ഓർ റൂൾസ് ദാറ്റ് ആർ ഔട്ട് ഓഫ് ദെയർ ഇൻ ദ പബ്ലിക്. പബ്ലിക്കിൽ നിന്ന് അകലെയായിട്ട് അവർക്ക് കാണാൻ പറ്റാത്ത അതിന്റെ അന്തർധാരയിലുള്ള കുറെ നിയമങ്ങൾ. പിന്നെ റൂൾസ് ദാറ്റ് ഡു നോട്ട് ഡിസ്ക്രൈബ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആക്ഷൻ ബട്ട് ഓൺ ദ കോൺട്രറി ദോസ് വിച്ച് സെറ്റ് എ ബ്രോഡ് സെറ്റ് ഓഫ് ലിമിറ്റ് ടു ദ സോഷ്യൽ ആക്ഷൻ. ഇൻ അതർ വേർഡ്സ് ദെയർ ഇസ് എ ആംബിൾ ചോയ്സ് വിത്ത് ദ ഇൻഡിവിജ്വൽ അബൌട്ട് വാട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ ദേ മൈറ്റ് ടേക്ക്. അപ്പൊ വേറെ ബാക്കി പറയാം. അപ്പൊ രണ്ടു തരം റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇനി അത് വേറൊരു തരത്തിൽ പറയണമെങ്കിൽ ദർ ഇസ് ആംബിൾ ചോയ്സ് വിത്ത് ദ ഇൻഡിവിജ്വൽ അബൌട്ട് വാട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ ദേ മൈറ്റ് ടേക്ക്. അവർ ഏത് രീതിയിലുള്ള ആക്ഷനാണ് എടുക്കേണ്ടതെന്നും. അതുപോലെ ദ അതർ കൈൻഡ് ഓഫ് റൂൾസ്, മറ്റ് റൂൾസിൽ പറയണ മെൻഷൻഡ് ആർ ദ പ്രാഗ്മാറ്റിക് റൂൾസ് ഓർ റൂൾസ് ദാറ്റ് റിലേറ്റഡ് ടു ദ പ്രൈവറ്റ് വിസ്ഡം. പ്രൈവറ്റ് വിസ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്. അങ്ങനെ രണ്ടു തരം റൂൾസ്. ഇറ്റ് ഈസ് ദീസ് റൂൾസ് ദാറ്റ് ആർ ദ വൺസ് ദാറ്റ് ബെയ്ലി വാണ്ട്സ് ടു ഫോക്കസ് ഓൺ. അപ്പൊ ഈ രണ്ട് റൂൾസിനാണ് ബെയ്ലി ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ഹി മെയിൻറ്റെയിൻസ് ദാറ്റ് ദീസ് റൂൾസ് വിച്ച് ഈച്ച് കൾച്ചർ ഹാസ് ഇറ്റ് സെറ്റ് ഓഫ് ആൻഡ് ദർ ഈസ് something common in all these pragmatic cultural rules which must be located. In order to find these commonalities, we need to first understand that the political structure cannot be studied in vacuum. അപ്പൊ ഈ രണ്ട് റൂൾസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പൊതു തത്വമുണ്ട്. അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ കനോട്ട് ബി സ്റ്റഡീഡ് ഇൻ വാക്യൂം. ശൂന്യത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ബട്ട് റാദർ നീഡ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ദെയർ കൾച്ചറൽ
ആൻഡ് നാച്ചുറൽ എൻവയറമെന്റ്. അതിന്റെ കൾച്ചറലും നാച്ചുറലും ആയിട്ടുള്ള എൻവയറമെന്റിൽ കൂടി നിന്ന് മാത്രം ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈസ് ഏബിൾ ടു സർവൈവ് ഓൺലി ഇഫ് ഇറ്റ് ഐദർ മോഡിഫൈസ് ഇറ്റ്സെൽഫ് ടു സ്യൂട്ട് ദ എൻവയറമെന്റ് ഓർ എൽസ് മോഡിഫൈസ് ദ എൻവയറമെന്റ് ടു സ്യൂട്ട് ഇറ്റ്സെൽഫ്. അപ്പൊ എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈസ് ഏബിൾ ടു സർവൈവ്, ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഘടന സർവൈവ് ചെയ്യണമെങ്കിൽ, അത് നിലനിന്ന് പോകണമെങ്കിൽ ഓൺലി ഇഫ് ഐദർ മോഡിഫൈസ് ഇറ്റ്സെൽഫ് ടു സ്യൂട്ട് ദ എൻവയറമെന്റ്, അത് ഏത് എൻവയറമെന്റിലാണ് ആ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉള്ളത് അതിന് അനുകൂലമായിട്ട് നിൽക്കണം, അതിനോട് ഒത്തുചേർന്ന് പോകത്തക്കതായിരിക്കണം. അല്ലെങ്കിൽ ഓറൽസ് മോഡിഫൈസ് ദ എൻവയറമെന്റ് ടു സ്യൂട്ട് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ എൻവയറമെന്റ് മോഡിഫൈ ചെയ്തിട്ട് ആ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ അതിന് അവിടെ നിലനിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഐദർ ഓഫ് ദീസ് ടു കേസസ് എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈസ് ഷുവർ ടു പെരിഷ്. അപ്പൊ ഈ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ്, ഒന്നില്ലെങ്കിൽ കൾച്ചർ എൻവയറമെന്റിനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ എൻവയറമെന്റ് കൾച്ചറിനോട് ചേർന്ന് നിൽക്കുക, അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ദ സ്ട്രക്ചർ ഈസ് ഷുവർ ടു പെരിഷ്, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഡിഫൈനിങ് എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് ആസ് മെൻഷൻഡ് ഏർലിയർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈസ് ലുക്ഡ് അറ്റ് ടെക്കിൻ ടു എ ഗെയിം ബീങ് പ്ലേഡ് വെയർ ദർ ആർ 2 or more ടീംസ്. അപ്പൊ ഒരു ഗെയിമിൽ രണ്ടിൽ കൂടുതൽ ടീംസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ നോക്കുമ്പോൾ ദർ ഇസ് എ പ്രൈസ് ദാറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ഫോർ വിച്ച് ഓൾ പ്ലേയേഴ്സ് ആർ കോമ്പറ്റിംഗ് ഫോർ, ആൻഡ് ഫൈനലി ദർ ആർ റൂൾസ് ഇൻ ലേസ് വിച്ച് ഡിസൈഡ് ഹൗ ദ ഗെയിം ഷുഡ് ബി പ്ലേഡ്. അപ്പൊ എങ്ങനെയാണ് ആ ഗെയിം പ്ലേ ചെയ്യേണ്ടത്, അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് പ്രൈസ് വിൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ധാരണ വേണം. എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഫോർ ബെയ്ലി, അപ്പൊ ബെയ്ലിയുടെ അഭിപ്രായത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് റൂൾസ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് റൂൾസ്, കുറെ നിയമങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്, അതിനെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ റൂൾസ് ബ്രോഡ്ലി ഡീൽ വിത്ത് 5 കൺസെപ്റ്റ്സ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ നയിക്കുന്ന ആ റൂൾസ് 5 കൺസെപ്റ്റുകളായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് ഫസ്റ്റ് വൺ, ഡിഫൈനിങ് വാട്ട് എ പ്രൈസ് ദ എൻഡ് റിസൾട്ട് ഈസ് ആസ് വെൽ ആക്ഷൻസ് ദാറ്റ് മേക്സ് വൺ വർത്തി ഓഫ് ദ പ്രൈസ്. അപ്പൊ ഡിഫൈനിങ് വാട്ട് എ പ്രൈസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ദ എൻഡ് റിസൾട്ട് ഈസ് ആസ് വെൽ ആസ്, അതുപോലെ എൻഡ് റിസൾട്ട് എന്തായിരിക്കണം, ആ ആക്ഷൻ്റെ ദാറ്റ് മേക്സ് വൺ വർത്തി ഓഫ് ദ പ്രൈസ്. ആ പ്രൈസ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ട എൻഡ് റിസൾട്ട് ആക്ഷൻസ് എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചിത ബോധം ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് ഡിഫൈനിങ് ഹൂ ഈസ് ക്വാളിഫൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ബിഡ് ടു വിൻ ദ പ്രൈസ്. അപ്പൊ ആ പ്രൈസ് വിൻ ചെയ്യാനായിട്ട് ആരെല്ലാം ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഹൂ ഈസ് ക്വാളിഫൈഡ്, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആ പാർട്ടിസിപ്പന്റ് ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഡിഫൈൻ ഹൂ ഈസ് ക്വാളിഫൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബിഡ് ടു വിൻ ദ പ്രൈസ്. അപ്പൊ അവിടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ എലൈറ്റ്, പൊളിറ്റിക്കൽ ടീംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ബോധ്യത വേണം. ഡിഫൈനിങ് ഹൂ ഈസ് ക്വാളിഫൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബിഡ് ടു വിൻ ദ പ്രൈസ്. പിന്നെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈനിങ് വാട്ട് ദ കോമ്പോസിഷൻ ഓഫ് ദ കോമ്പറ്റിംഗ് ടീംസ് വിൽ ബി. അപ്പൊ ആ രചന എങ്ങനെയായിരിക്കണമെന്ന്, ആ കോമ്പറ്റിംഗ് ടീംസിന്റെ രചന എങ്ങനെയായിരിക്കണമെന്നും ആണ് അടുത്ത ധാരണ ഉണ്ടാകേണ്ടത്. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഹൗ ദ കോമ്പറ്റീഷൻ വിൽ ടേക്ക് പ്ലേസ് ആൻഡ് ഓൾസോ മേക്കിംഗ് ക്ലിയർ വാട്ട് അക്കൗണ്ട്സ് ആസ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് വാട്ട് ആസ് അൺഫെയർ പ്രാക്ടീസസ് ഇൻ ദ ഗെയിം. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ഹൗ ദ കോമ്പറ്റീഷൻ വിൽ ടേക്ക് പ്ലേസ്, കോമ്പറ്റീഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്. ആൻഡ് ഓൾസോ മേക്കിംഗ് ക്ലിയർ വാട്ട് അക്കൗണ്ട്സ് ആസ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് വാട്ട് ആസ് അൺഫെയർ. ഫെയർ പ്രാക്ടീസസും അൺഫെയർ പ്രാക്ടീസസും ആ ഗെയിമിൽ എന്താണെന്ന്. ദ റൂൾസ് അബൌട്ട് ദ കോമ്പറ്റീഷൻ നോട്ട് ഓൺലി കൺസ്ട്രെയിൻ ദ ബിഹേവിയർ ഓഫ് ദോസ് ഹു ആർ ടേക്കിംഗ് ബട്ട് ഓൾസോ പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് ഓർഡർ ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ക്ലിയർ ബിറ്റ്വീൻ ഓൾ ദ കണ്ടന്റേഴ്സ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഡിഫൈനിങ് വാട്ട് പ്രൊസീജിയർ ഈസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ദ
റൂൾസ് ആർ ബ്രോക്കൺ. ഇനി ഈ ഗെയിമിൽ റൂൾസ് തെറ്റിക്കുകയാണെങ്കിൽ എന്ത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. ഡിഫൈനിങ് വാട്ട് പ്രൊസീജിയർ ഈസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ദ റൂൾസ് ആർ ബ്രോക്കൺ. അപ്പോൾ ഒരു ഗെയിം നടത്തുമ്പോൾ ആ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു കാര്യം വ്യക്തമാക്കേണ്ടി വരുമ്പോൾ ഈ 5 കൺസെപ്റ്റ്സുകളും കടന്നു വേണം കാര്യങ്ങൾ നിർവഹിക്കാൻ. ഈ 5 ധാരണകൾ എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി പൊസിഷൻ ഓഫ് ദ ലീഡർ. ദർ ആർ 2 മേജർ കൈൻഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെൻ ഇറ്റ് കംസ് ടു പൊളിറ്റിക്സ് ആൻഡ് ദ റോൾ ദാറ്റ് ലീഡേഴ്സ് പ്ലേ. അപ്പൊ 2 മേജർ കൈൻഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് പൊളിറ്റിക്സിൽ. ലീഡറിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. 1 കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബിലീവ്സ് ദാറ്റ് ഓൾ മെൻ ആർ ഈക്വൽ ആൻഡ് ബൈ വെർച്യൂ ഓഫ് ദാറ്റ്. അപ്പൊ എല്ലാ മനുഷ്യരും തുല്യമാണെന്നുള്ള ഒരു ധാരണ. ദേ ഷുഡ് ഹാവ് ഈക്വൽ എമൗണ്ട്സ് ഓഫ് പൊളിറ്റിക്കൽ പവർ. എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് പൊളിറ്റിക്കൽ പവറും എല്ലാവർക്കും തുല്യമായിരിക്കണം എന്നുള്ള ഒരു ധാരണ. ഓൺ ദ അതർ ഹാൻഡ്സ്, വേറൊരു രീതിയിലാണെങ്കിൽ കൾച്ചേഴ്സ് വിച്ച് പ്രൊക്ലൈം ദ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഓൾ മെൻ ആർ ബോൺ ഈക്വൽ. വേറൊരു ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ആദ്യത്തെ ധാരണയിൽ എല്ലാവരും ഈക്വൽ ആണ്, അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അധികാരം വേണമെന്നുള്ളത്. മറ്റൊരു ധാരണ എന്ന് പറഞ്ഞാൽ കൾച്ചേഴ്സ് വിച്ച് proclaim the opposite, that is that not all men are born equal. എല്ലാ മനുഷ്യരും തുല്യരായിട്ടുള്ള അല്ല ജനിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഓൺലി എ ഫ്യൂ chosen ones have the right to rule. അതുകൊണ്ട് എല്ലാവർക്കും ഭരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അധികാരം വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഭരിക്കാന്നുള്ള ധാരണ തെറ്റാണ്. എല്ലാവരും ഈക്വൽ ആയിട്ടുള്ളവരല്ല, അതുകൊണ്ട് എല്ലാവർക്കും ഭരിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല, കഴിവുണ്ടാവില്ലെന്ന്. മനുഷ്യനൊന്നും എല്ലാവരും തുല്യരല്ലെന്നുള്ള വേറൊരു ധാരണ. ആൻഡ് ദെൻ ദർ എ തേർഡ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് സോസ് ബിറ്റ്വീൻ ദ ടു. ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന വേറൊരു ധാരണയുണ്ട്. ടു ബി ഏബിൾ ടു ബിക്കം എ ലീഡർ ഈസ് നോട്ട് ജസ്റ്റ് എ മാറ്റർ ഓഫ് ബീങ് ബോൺ ഇൻ ദ റൈറ്റ് ഗ്രൂപ്പ്, ബട്ട് ഈസ് ഓൾസോ എ സ്കിൽ ദാറ്റ് ക്യാൻ ബി അക്വയർഡ്. ഒരു ശരിയായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ജനിച്ചുകൊണ്ട് ലീഡർ ആവില്ല, അതിനു വേണ്ട സ്കില്ല്, കഴിവുകൾ നേടിയെടുത്താൽ മാത്രം ഒരു ലീഡറായിട്ട് മാറണമെങ്കിൽ അതിനു വേണ്ട കഴിവുകൾ നമ്മൾ അക്വയർ ചെയ്തിരിക്കണം, എന്നാൽ മാത്രം ഒരു ലീഡർ ആകാൻ പറ്റുള്ളൂ. അപ്പൊ 3 തരത്തിലുള്ള ധാരണകളാണ്. ഒന്ന് എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഭരിക്കാനുള്ള അധികാരം ഉണ്ടെന്ന്. മറ്റത് എല്ലാവരും തുല്യരല്ല, ചിലവർക്ക് ആ പവർ ഉണ്ടാവുള്ളൂ, കൺട്രോളിങ് പവർ അല്ലെങ്കിൽ ലീഡിങ് പവർ ചില ആളുകളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുമെന്ന്. ടു ബി ഏബിൾ, അത് വേറൊരു കൂട്ടർ പറയുന്നത് ടു ബി ഏബിൾ ടു ബിക്കം എ ലീഡർ, ഒരു നേതാവാകണമെങ്കിൽ എ മാറ്റർ ഓഫ് ബീങ് ബോൺ, ജനിച്ചത് കൊണ്ട് മാത്രം, ഒരു നല്ല സ്ഥലത്ത് ജനിച്ചതുകൊണ്ട്, നല്ല കുടുംബത്തിൽ അല്ലെങ്കിൽ കഴിവുള്ളവരുടെ ഇടയിൽ ജനിച്ചുകൊണ്ട് മാത്രം ലീഡർ ആവില്ല, അതിനുവേണ്ട സ്കില്ല് നമ്മൾ നേടിയിരിക്കണം. സ്കില്ല് നേടിയാൽ മാത്രം ലീഡർ ആകാൻ പറ്റുമെന്ന്. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ടു ഗെയിൻ മോർ റിസോഴ്സസ് ദാറ്റ് ദ ഒപ്പോണന്റ് ആൻഡ് ടു ജുഡീഷ്യലി യൂസ് ദീസ് റിസോഴ്സസ്. ആൻ എക്സാമ്പിൾ ഓഫ് ദോസ് ഹു ബിക്കം ലീഡർ ഓൺ ദ ബേസിസ് ഓഫ് their ascribed status is that of patrons who are landowning castes. ചിലയിടത്ത് ലാൻഡോണിങ് കാസ്റ്റസിൽ പാറ്റേൺസ് എന്നുള്ള അവർക്ക് ഒരു ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അങ്ങനെ അവർക്ക് ജന്മനാ തന്നെ ലീഡർഷിപ്പ് കിട്ടുന്നുണ്ട്. ദേ അലോൺ ഹാവ് ദ റൈറ്റ് ടു സിറ്റ് ഇൻ ദ കൗൺസിൽ, അവർക്ക് മാത്രം കൗൺസിലിൽ ഇരിക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. ആൻഡ് ക്യാൻ കംപ്ലീറ്റ് ടു ബിക്കം ഖാൻ ദ ലീഡർ. അതുപോലെ ഖാൻ എന്നുള്ള ആ ലീഡർ ആകാനും ആ കാസ്റ്റിലെ ആളുകൾക്ക് മാത്രമേ പറ്റാറുള്ളൂ. വൈൽ ഓഫ് അതർ കേസസ് ആർ allowed to take part in the process of politics, they cannot however rise to the position of leaders. They must remain as dependents and ഫോളോസ് ഓഫ് ദ പാക്തൻസ്. ഇപ്പൊ പാക്തൻസിനെ ആശ്രയിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക്, ആ കാസ്റ്റിലുള്ളവർക്ക്, ആ പാക്തൻസ് എന്നുള്ള ആ ആളുകൾക്ക് മാത്രം ലീഡർഷിപ്പിന്, ഖാനിന് മാത്രം ലീഡർഷിപ്പിന് അധികാരമുള്ളത്. ദ ലിങ്ക് ബിറ്റ്വീൻ എ ലീഡർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ഇസ് മെയ്ഡ് ആസ് വെൽ ആസ് സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് ആസ് ദ കേസ് മേ ബി, ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് കിട്ടുന്നതിന് അനുസരിച്ചാണ് ഓരോ ലീഡർഷിപ്പിന് ഉള്ള, ഒരാൾക്ക് ലീഡർഷിപ്പ് പവർ ഉണ്ടോ അല്ലെങ്കിൽ അതിൽ നിൽക്കാനായിട്ട് കഴിവുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയാളുടെ റിസോഴ്സ് എന്തോരം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അയാളുടെ കപ്പാസിറ്റി. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഈസ് ട്രാൻസാക്ഷണൽ, വെദർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോൺട്രാക്ട് ഓർ ഔട്ട് ഓഫ് ബിലീഫ് സിസ്റ്റം.
ഇത് ബാക്കിയുള്ള ചില കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി, എളുപ്പമാണ്. ഇനി വേരിയസ് റോൾസ് ഓഫ് ദ ലീഡർ. ലീഡറിന് പലതരം റോൾസ് ഉണ്ട്. ദ റോൾ ഓഫ് ദ ലീഡർ ഇസ് അനദർ ആസ്പെക്ട് ദാറ്റ് നീഡ്സ് ടു മെൻഷൻ. ഇൻ ഓർഡർ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ പൊളിറ്റിക്കൽ ടീം സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സമ്മൺ ടേക്ക് ഡിസിഷൻ വിത്തിൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ തീരുമാനങ്ങൾ എടുക്കാൻ ചിലവരുണ്ടായിരിക്കണം. എന്നാൽ മാത്രം ആ ടീം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ആൻഡ് ദാറ്റ് അതർ members follow this decision. ഒരാൾ തീരുമാനങ്ങൾ എടുക്കാനും മറ്റ് മെമ്പേഴ്സ് ആ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം ഒരു പൊളിറ്റിക്കൽ ടീമിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ദിസ് ദെൻ ബിക്കം ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലീഡർ. അതാണ് ലീഡറിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്വം. അതായത് ഒരു ടീമിനെ നയിക്കാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനങ്ങൾ അനുസരിച്ച് അനുയായികളെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ ഒരു ടീം ശരിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എ ലീഡർ പ്രൈമറിലി ഹാസ് ടു ടേക്ക് 2 types of decisions. 2 രീതിയിലുള്ള ഡിസിഷൻസ് ആണ് സാധാരണ ലീഡർക്ക് എടുക്കേണ്ടി വരുന്നത്. വൺ വിച്ച് ഹെൽപ്പ് ദ മെയിൻ ദ ഗ്രൂപ്പ് ആൻഡ് ദ അതർ വിച്ച് കൺസേൺസ് ദ ടാസ്ക് ദാറ്റ് ദ ടീം ഹാസ് ടു ബി പെർഫോം. ഒന്ന് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു തീരുമാനം, അതുപോലെ ആ ഗ്രൂപ്പ് എന്ത് ടാസ്ക്കാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനം. ഈ 2 തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എപ്പോഴും ലീഡർക്ക് ഉണ്ടായിരിക്കണം. The members may compete with each other to increase their own share of the spoils or profit, or in the case of moral teams where they compete precedence, it is the leader then who has to mediate and resolve these issues. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കൊക്കെ വല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തീരുമാനങ്ങൾ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം എപ്പോഴും ലീഡർക്ക് ഉണ്ടായിരിക്കണം. ദ ലീഡർ ഹാസ് ടു ടേക്ക് അപ്പ് ദ റോൾ ഓഫ് ദ റെഫറി. അപ്പോൾ എന്തെങ്കിലും തർക്കങ്ങളും ഒക്കെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു റെഫറിയുടെ സ്ഥാനമാണ്, ഒരു മീഡിയേറ്ററിന്റെ സ്ഥാനമാണ് ലീഡർക്ക് ഉള്ളത്. അപ്പോൾ ഡിസ്പ്യൂട്ട്സ് ഒക്കെ സോൾവ് ചെയ്തിട്ട് അനുയായികളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ലീഡർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ബാക്കി കുറെ ക്വാളിറ്റീസും കൂടി ഉണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്ട്രോങ് ലീഡർ. ഒരു സ്ട്രോങ് ലീഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എ മേജർ ഡിഫറൻസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ സ്ട്രോങ് ലീഡർ ആൻഡ് വീക്ക് ലീഡർ. അപ്പൊ 2 തരം ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ മറ്റേയാൾ വീക്കായിരിക്കും. അപ്പൊ സ്ട്രോങ്ങും വീക്കും ആയിട്ടുള്ള ലീഡേഴ്സിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് ഈസ് ദാറ്റ് ദ സ്ട്രോങ് ലീഡർ കമാൻഡ്സ്. സ്ട്രോങ് ലീഡർ ആണെങ്കിൽ ആജ്ഞകൾ നൽകാൻ കഴിയും. വൈൽ ദ വീക്ക് ലീഡർ ആസ്ക് ഫോർ കൺസെന്റ്. വീക്ക് ലീഡർ ആണെങ്കിൽ അയാൾ സമ്മതം ചോദിക്കുകയാണ് ചെയ്യണത്, മറ്റേയാൾ നേരെ ആജ്ഞാപിക്കുകയാണ് കാര്യങ്ങൾ നടത്താനായിട്ട് അയാൾക്ക് അതിൽ കൂടി കഴിയും. മറ്റുള്ളവരുടെ സമ്മതി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതി. എ സ്ട്രോങ് ആൻഡ് ഗുഡ് ലീഡർ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ എ കോൺട്രാക്ട് ഗ്രൂപ്പ് ദ ഫോളോവേഴ്സ് ഹാവ് ടു ബി ഓൾവേസ് ട്രീറ്റഡ് ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് നോട്ട് ആസ് എ ഗ്രൂപ്പ്. അപ്പൊ സ്ട്രോങ് ആയാലും വീക്ക് ആയാലും ആ ലീഡേഴ്സ് ഹാവ് ടു ബി ഓൾവേസ് ട്രീറ്റഡ് ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് നോട്ട് ആസ് എ ഗ്രൂപ്പ്. അവിടെ ഫോളോവേഴ്സിനെ എപ്പോഴും ട്രീറ്റ് ചെയ്യണത് ഇൻഡിവിജ്വൽസ് ആയിട്ട് വേണം, ആൻഡ് നോട്ട് ആസ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പായിട്ട് കാണരുത്, ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ആ ഫോളോവേഴ്സിനെ കാണേണ്ടതെന്ന്. ഇനി ഡിസോർഡിങ് ആൻഡ് ചേഞ്ച് ഇൻ പൊളിറ്റിക്സ്, ഇതൊക്കെ സെൽഫ് റീഡിങ്ങിനുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇൻറ്റൻഡഡ് ആൻഡ് അൺഇൻറ്റൻഡ് കോൺസിക്വൻസസ്. ഇനി ലൊക്കേറ്റിംഗ് ദ പൊളിറ്റിക്കൽ സ്ഫിയർ വിത്തിൻ ദ ലാർജർ സൊസൈറ്റി. ഇതെല്ലാം വായിച്ചു നോക്കുക, എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. അടുത്ത ലെസൺ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി, അതായത് SCS എന്നാണ് പറയുന്നത്, സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ഇതാണ് യൂണിറ്റ് 11 വരുന്നത്. അപ്പോൾ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി ഓർ SCS വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ആസ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി ബൈ വില്യം ഫുഡ് വൈറ്റ് ആണ് ഈ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ആൻ ഇറ്റാലിയൻ സ്ലം ബൈ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ പ്രസ് ഇൻ 1943 ചിക്കാഗോ പ്രസ്സിൽ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ആൻ ഇറ്റാലിയൻ സ്ലം എന്നുള്ള സ്ട്രക്ചറിൽ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ പ്രസ് ആണ് 1943 ഇത് പബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഹാസ് ബീൻ കോൾഡ് എ ക്ലാസിക് സ്റ്റഡി ഓഫ് ഫീൽഡ് വർക്ക്. ഇതിനെ ഒരു ക്ലാസിക് സ്റ്റഡി ഓഫ് ഫീൽഡ് വർക്ക് എന്നാണ് SCSനെ കണക്കാക്കുന്നത്. ആൻഡ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, അതുപോലെ ഫീൽഡ് വർക്കും അതുപോലെ അതിലുള്ള പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും ഉള്ള ഒരു ബുക്കായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത്. ഈ ബുക്കിന് 2 ഭാഗങ്ങളാണുള്ളത്. പാർട്ട് 1 ഓഫ് SCS ഡിസ്ക്രൈബ് ദ ഫോർമേഷൻ ഓഫ് ലോക്കൽ സ്ട്രീറ്റ് ഗാങ്സ്, ദ കോർണർ ബോയ്സ്, ആൻഡ് കോൺട്രാസ്റ്റ് ദം വിത്ത് ദ
കോളേജ് ബോയ്സ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് മൊബിലിറ്റി. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ അവിടെ വരുന്നത് ലോക്കൽ സ്ട്രീറ്റ് ഗാങ്സ്, അതുപോലെ കോർണർ ബോയ്സ് ആൻഡ് കോൺട്രാസ്റ്റ് ദം വിത്ത് ദ. അപ്പോൾ ഇങ്ങനെ കോർണർ ബോയ്സും അതുപോലെ ലോക്കൽ സ്ട്രീറ്റ് ഗാങ്സ് ഒക്കെയാണ്. ഇനി അവർക്ക് എതിരായിട്ട് വരുന്ന വേറൊരു ഗ്യാങ്, ഒരു കൂട്ടമാണ്, അത് കോളേജ് ബോയ്സ് ആണ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് മൊബിലിറ്റി. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇനി സെക്കൻഡ് പാർട്ട് ഔട്ട്ലൈൻസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് റാക്കറ്ററിങ് തട്ടിപ്പുകൾ, അങ്ങനെ കുഴപ്പങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു സെക്ഷനും സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഔട്ട്ലൈൻസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് റാക്കറ്ററിങ്. സോഷ്യൽ സ്ട്രക്ചർ ഓഫ് പൊളിറ്റിക്സിന്റെ സോഷ്യൽ സ്ട്രക്ചറും റാക്കറ്ററിങ്, അതൊക്കെയാണ് സെക്കൻഡ് പാർട്ടിലുള്ളത്. മെയിൻ തീംസ് ഓഫ് ദ ബുക്ക്. The overall structure of the book is based on the major categorization within the population studied. അപ്പോൾ the little guys of Cornervilla, the corner boys and the college boys as opposed to the big shots, the racketers and politicians going from lower and smaller to higher and larger types of organization. But the next text of the book shows a characteristic development starting with a wide scope of life in Cornervilla, then narrowing the focus to one group of corner boys and then on one person whom he referred to as Doc. After this, the scope of the book widens again to include larger and more encompassing issues of the community and ends with a description of Cornervilla social structure. കോർണർ ബോയ്സ് വേഴ്സസ് കോളേജ് ബോയ്സ്. അപ്പൊ ഒരു സെക്ഷൻ ഫസ്റ്റില് രണ്ടു കൂട്ടരെയാണ് കാണിക്കുന്നത്, കോർണർ ബോയ്സും അവർക്കെതിരായിട്ട് അതേ പ്രായക്കാരായിട്ടുള്ള കോളേജ് ബോയ്സ്. സോഷ്യൽ റിലേഷൻസ് ആൻഡ് ലീഡർഷിപ്പ് പാറ്റേൺസ്, അതെങ്ങനെയാണ് അവരുടെ സോഷ്യൽ റിലേഷൻസ് ആൻഡ് ലീഡർഷിപ്പ് പാറ്റേൺസ്. വൈറ്റ് സ്റ്റാർട്ടഡ് ഹിസ് സ്റ്റഡി ഓഫ് കോർണർവില്ല വിത്തൗട്ട് എ ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് ഇൻ ബോത്ത് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. സോഷ്യോളജിയുടെ ആന്ത്രപ്പോളജിയുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് വൈറ്റ് അദ്ദേഹത്തിന്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. ഹിസ് ബുക്ക് underscores the disparities amid second generation and Italian American for the college boys and corner boys. He presented a lot of real life material rather than an analytic framework. അദ്ദേഹം ഇതിനകത്ത് കൂടുതലും പ്രസന്റ് ചെയ്തേക്കുന്ന റിയൽ ലൈഫ് മെറ്റീരിയൽ ആണ്, അനാലിറ്റിക് ഫ്രെയിംവർക്കിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ഹി ഫോളോസ് ആൻ ഇൻഡക്റ്റീവ് പ്രോസസ്സസ് ആൻഡ് ഗീവ്സ് ഹിസ് ഒബ്സർവേഷൻ ഓൺ ദ ലീവ്സ് ഓഫ് ദ കോർണർ ബോയ്സ്. ഹി designated different groups and communities within the region he studied. In the first part of the book, there are comprehensive accounts for the establishment and systemization of local gangs. പ്രാദേശിക ഗുണ്ടകളുടെ ഒരു കൂട്ടത്തിനെയാണ് ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രീറ്റ് കോർണർ മെൻ ഹാർഡ്ലി സോ ഈച്ച് അതർ ഔട്ട്സൈഡ് ദിയർ ചൂസൺ കോർണർ, ഓൾദോ വേരിയസ് കോർണർ ഗാങ്സ് റിസർവ് ദ സെയിം നൈറ്റ് എവറി വീക്ക്. ദിസ് ഫോംഡ് ദെയർ ടൈം ഫോർ സം സ്പെഷ്യൽ ആക്ടിവിറ്റി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോർണർ ഉണ്ട്, അവിടെയാണ് ഓരോ ഗാങ്ങും കൂടുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസ് ഉണ്ട്. ദീസ് സ്പെഷ്യൽ ആക്ടിവിറ്റീസ് അൺസെറിമനീസ്ലി ബൗണ്ട് ദ മെൻ ടുഗെദർ. അപ്പോൾ അവരുടെ ആ ഗ്യാങ്ങിനെ ഒത്തുകൂടാൻ അവരുടെ ആക്ടിവിറ്റീസ് അവരെ സഹായിക്കുന്നുണ്ട്. അവരറിയാതെ തന്നെ ആ സ്ഥലത്ത് ഒന്നിച്ചു കൂടുകയും ചെയ്തു. The gangs in the street corner society were completely united since most of the gangs activities can be traced back to their early childhood. അപ്പൊ ഈ സ്ട്രീറ്റ് കോർണർ ബോയ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഒന്നിച്ചു പോകുന്നവരാണ്. മോസ്റ്റ് ഓഫ് ദ ഗ്യാങ് മെമ്പേഴ്സ് ഹാഡ് ബീൻ ഫ്രണ്ട്സ്. മിക്കതും ഗ്യാങ് മെമ്പേഴ്സ് ഫ്രണ്ട്സ് ആയിരിക്കും സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ തന്നെ അവർ ഫ്രണ്ട്സ് ആണ്. അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലുതാകുമ്പോഴും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിവിങ് ക്ലോസ് ടുഗെദർ കൺസിഡറിങ് ദാറ്റ് ദേ ആർ ഫസ്റ്റ് ചാൻസ് ആർ ഫോർ സോഷ്യൽ കോണ്ടാക്ട്സ്. ഹോം യൂഷ്വലി പ്ലേസ് എ വെരി സ്മോൾ റോൾ ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കോർണർ ബോയ്സ്. കോർണർ ബോയ്സിന്റെ ആക്ടിവിറ്റിയിൽ അവരുടെ വീടുകൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. പീപ്പിൾ വെർ യൂഷ്വലി നോൺ ബൈ ദർ നിക് നെയിംസ് ആൻഡ് നോട്ട് ദർ ഫാമിലി നെയിംസ്. അവിടെയുള്ള ആ ആളുകൾ, ആ ഗാങ്ങിലുള്ള ആളുകളെ സാധാരണ അറിയപ്പെടുന്നത് അവരുടെ ഇരട്ട പേരുകളിലാണ്, അല്ലാണ്ട് അവരുടെ ഫാമിലി നെയിമിൽ അവർ അറിയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഇൻ ഹിസ് വർക്ക് വൈറ്റ് ഡിസ്ക്രൈബ് ദ പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഓഫ് ദ ബോയ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ദം ആസ് ദ കോർണർ ബോയ്സ്. കോർണർ ബോയ്സ്
ബോയ്സ്, അതുപോലെ കോളേജ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കൂട്ടരെയും അവർ അഭിസംബോധന ചെയ്യുമ്പോൾ ഇവിടെ വൈറ്റ് ഡിസ്ക്രൈബ് ചെയ്യണത് ആ ബോയ്സിന്റെ ഒരു കൂട്ടത്തിനെയാണ്. അത് ഒരു കൂട്ടം കോർണർ ബോയ്സ്, മറ്റൊരു കൂട്ടം കോളേജ് ബോയ്സ്. അപ്പൊ ഹിസ് വർക്കിംഗ് ബ്രിങ്സ് ഔട്ട് എ കമ്പാഷനേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ ക്വാളിറ്റീസ് ടു സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ ആക്ഷനിൽ ഇവരുടെ ക്വാളിറ്റീസ് എന്താണെന്നും അവര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കൂടി വെളിപ്പെടുത്തുന്നത്. വൈറ്റ് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ദ കോർണർ ബോയ്സ് ആൻഡ് കോളേജ് ബോയ്സ്. കോളേജ് ബോയ്സിനെയും കോർണർ ബോയ്സിന്റെയും അവരുടെ വ്യത്യാസങ്ങൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. He argued that the lives of the corner boys revolved around particular street corners and the neighboring shops. ഈ കോർണർ ബോയ്സ് അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ഒന്നിച്ചു കൂടുന്നത് ഏതെങ്കിലും നൈബറിംഗ് ഷോപ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രീറ്റ് കോർണറിലൊക്കെയാണ്, ഏതെങ്കിലും തെരുവിന്റെ മൂലകളിലൊക്കെയാണ് ഈ കോർണർ ബോയ്സ് ഒന്നിച്ചു കൂടുന്നത്. Their home life was reduced to minimum. ഹോം ലൈഫ് അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടേ ഉള്ളൂ. മെനി ഹാഡ് നോ റെഗുലർ എംപ്ലോയ്മെന്റ് ഓർ വെയർ എൻഗേജ്ഡ് ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. മിക്കവാറും ആളുകൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല, അവര് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ദ ഫോക്കൽ പോയിന്റ് ഓഫ് ആക്ഷൻ വാസ് ദ സ്ട്രീറ്റ് കോർണർ വിച്ച് യൂഷ്വലി ഗേവ് ഇറ്റ്സ് നെയിം ടു ദ ഗ്രൂപ്പ്. അപ്പൊ ഫോക്കൽ പോയിന്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആ സ്ട്രീറ്റ് കോർണർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രൂപ്പിന് അങ്ങനെ ഒരു പേര് കിട്ടാനും കാരണം. ഓൺ ദ അതർ ഹാൻഡ് ദ കോളേജ് ബോയ്സ് വെർ മോർ ഫോക്കസ്ഡ് ഓൺ ഗുഡ് എഡ്യൂക്കേഷൻ. ഇനി മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത് അത് കോളേജ് ബോയ്സ് ആണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാകുക ആൻഡ് മൂവിങ് അപ്പ് ഓൺ ദ സോഷ്യൽ ലാഡറിൽ മുകളിലേക്ക് പോവുക, നല്ല എഡ്യൂക്കേഷൻ സമ്പാദിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ കോളേജ് ബോയ്സിന്റെ എയിം എന്ന് പറയുന്നത്. ദ കോർണർ ബോയ്സ് ഹു വെർ ലാർജർ ഇൻ നമ്പർ യൂഷ്വലി ഹാവ് ലെസ് ദാൻ ഹൈ സ്കൂൾ എഡ്യൂക്കേഷൻ. ഈ കോർണർ ബോയ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ അവര് എണ്ണത്തിൽ കൂടുതലുണ്ട്, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ. ഹൈസ്കൂളിനേക്കാളും താഴ്ന്ന വിദ്യാഭ്യാസമാണ് അവർക്ക് മിക്കവാറും ഉള്ളത്. വൈൽ ഡിസ്ക്രൈബിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, അവരുടെ ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ് പാറ്റേൺസ് ആസ് വെൽ. അവരുടെ റിലേഷൻഷിപ്പും ലീഡർഷിപ്പ് പാറ്റേണും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ വൈറ്റ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോർണർ ബോയ്സ് വെർ ഡീം ടു ബി സ്ട്രോങ്ങർ ദാൻ കോളേജ് ബോയ്സ്. കോളേജ് ബോയ്സിന് ഉള്ള ബന്ധങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ ശക്തിയായിട്ടുള്ള ബന്ധങ്ങളാണ് കോർണർ ബോയ്സിന്റെ ഇടയ്ക്കുള്ളത്. അവരുടെ കൂട്ടുകെട്ട് കൂടുതൽ ബലവത്തായിട്ടുള്ളതാണ്. കോളേജ് ബോയ്സിന്റെ ടൈപ്പ് അത്ര ബലമുള്ളതല്ല. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ ഇൻഫോർമൽ കോർണർ ലീഡേഴ്സ് ഇൻ ദെയർ എഫോർട്ട് ടു ഗെയിൻ സോഷ്യൽ റെക്കഗ്നേഷൻ finally support many of the group activities, where as bonds of 30 thrifty college boys who already are able to conform to some aspects of middle class values that they wish to achieve were rather weak. അപ്പൊ ഈ കോർണർ ബോയ്സിന്റെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ശക്തിയുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ മിഡിൽ ക്ലാസ് കോളേജ് ബോയ്സിന്റെ ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ അത് വീക്കായിട്ടാണ് കാണുന്നത്. ആ ബന്ധം അധികം കാലം അങ്ങനെ നീണ്ടു പോകാറില്ല. പക്ഷെ കോർണർ ബോയ്സിന്റെ ബന്ധം എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ളതാണ്. കോർണർ ബോയ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഇൻ റിലേഷൻഷിപ്പ് ടു അതേഴ്സ് ഈസ് ലോയൽറ്റി ആൻഡ് വേ വൺ ആക്ട്സ് ഇൻ പേഴ്സണൽ റിലേഷൻസ്. where socially aggressive college boys judges a man according to his capacity to advance. ഇതാണ് ഈ കൂട്ടരുടെ പ്രത്യേകതകൾ. ഇനി റാക്കറ്ററിംഗ്, പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഇൻ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി വൈറ്റ് ഡിസ്ക്രൈബ് ദ സോഷ്യൽ ബിൽഡിംഗ് ആൻഡ് ഡീഡ്സ് ഓഫ് കൊറേനറവില്ല ഇൻ അഡീഷൻ ടു ദ കോർണർ ബോയ്സ് ഇൻ പാർട്ട് 2 ഓഫ് ദ ബുക്ക് ഓൺ റാക്കറ്റേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ്. റാക്കറ്റേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് എന്നുള്ള ബുക്കിന്റെ 2ാം ഭാഗത്താണ് അദ്ദേഹം ഈ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. ഹി ബ്രിങ്സ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോർണർ boys, racketeers and politicians. He described how each of them is useful to another and how different relationship develop. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് എങ്ങനെയാണ് ഒരാൾ മറ്റേയാൾക്ക് ഉപകാരപ്രദമാകുന്നത്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൂടുതൽ മുന്നോട്ട് ശക്തമായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്. The second part on racketeers and politicians describe the working of minor gears and leaves on the political machine, numbers, rackets, piano, celebration parties, etc., as well as the connection and interconnection that reach high in state and nation. അപ്പൊ അവര് മുന്നോട്ട് പോകുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്.
ഇനി describing the social position of their leaders as generally the same environment, interest, and territorial influence over identical groups create among them a mutual degree of intimacy. Whenever politician wants to win ward elections and get up, ഇവിടെ ഈ പൊളിറ്റീഷ്യൻസും അതുപോലെ എന്താണ് മറ്റേ റാക്കറ്ററിങ് ആളുകൾക്കൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. എലക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പൊളിറ്റീഷ്യൻസിന് ജയിക്കണമെങ്കിൽ ഈ കോർണർ ബോയ്സിന്റെ കോർണർ ഗ്രൂപ്പിന്റെ സപ്പോർട്ട് കിട്ടണം, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഈ റാക്കറ്റേഴ്സുമായിട്ട് ചില ബന്ധങ്ങളിൽ ഏർപ്പെടും, ചില സംഭാഷണങ്ങളിൽ ഏർപ്പെടും. അപ്പൊ അതനുസരിച്ചിട്ട് രണ്ടു കൂട്ടരും പരസ്പരം ഓരോരുത്തർക്കും സഹായിയായിട്ട് മാറും. ഇനി റാക്കറ്റേഴ്സിന്റെ ആവശ്യപ്രകാരം അവരുടെ കീഴിലുള്ള ഗാങ്സ്റ്റേഴ്സ്, ആ ഗാങ് ഗ്രൂപ്പുകാര് അവര് പറയണ അനുസരിച്ച്, അവരുടെ നേതാക്കൾ പറയുന്ന അനുസരിച്ച് വോട്ട് ചെയ്യുക, അങ്ങനെ പൊളിറ്റീഷ്യൻസിന് പൊളിറ്റിക്കൽ പവർ കിട്ടാൻ സാധ്യമാവുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ച് റാക്കറ്റേഴ്സിന്റെ ആവശ്യം എന്താണ് അത് ഈ പൊളിറ്റീഷ്യൻസ് നേടിക്കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവര് തമ്മിലൊരു ടൈപ്പ് ഉണ്ടാവും. ആ ടൈപ്പിൽ കൂടിയാണ് പൊളിറ്റിക്കൽ പവറിൽ സാധാരണ ആളുകൾ വന്നുകൂടുക. മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൈറ്റ് ക്യാരിഡ് ഔട്ട് ഹിസ് റിസർച്ച് സ്റ്റഡിങ് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ വൈറ്റ് ക്യാരിഡ് ഔട്ട് ഹിസ് റിസർച്ച് സ്റ്റഡി യൂസിങ് ദ മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്നുള്ള മെത്തേഡിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. ഇൻ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ബുക്ക് ഹി ഡസ് നോട്ട് റൈറ്റ് മച്ച് അബൌട്ട് ദ മെത്തഡോളജി. മെത്തഡോളജി ഹി ഫോളോഡ്. In a participant observation is a method which has many tensions and contrast in an unfamiliar setting. It offers a certain flexibility to the researcher. For researchers, White's work is extremely important as it offers many insights about doing ethnography and participant observation. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മെത്തഡോളജിയുടെ പ്രത്യേകതകളും അദ്ദേഹം പോയ വഴികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൻഡിക്സ് വിച്ച് പ്രസൻസ് ഹിസ് റിയാക്ഷൻസ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ പാറ്റേൺസ് എമർജ് ഇൻ ദിസ് റിസർച്ച്. ഈ റിസർച്ചിൽ എന്തൊക്കെ പാറ്റേൺസ് ആണ് ഉദയം കൊണ്ടിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം നൽകിയിട്ടുള്ള അപ്പൻഡിക്സ് വർക്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ പ്രോസസ്സിൽ കൂടി. ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഹി റൈറ്റ്സ് അബൌട്ട് ഓഫ് നോട്ട് നോയിങ് വാട്ട് ടു ആസ്ക് ആൻഡ് വെൻ ടു ആസ്ക് ഇറ്റ്. ആദ്യത്തെ സ്റ്റേജിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഒരു ഊഹമില്ലായിരുന്നു. വൺ ഓഫ് ഹിസ് ക്വസ്റ്റ്യൻ ഹാഡ് ആക്ച്വലി ലെഡ് ടു കംപ്ലീറ്റ് സൈലൻസ് ഇൻ ദ ഗ്രൂപ്പ്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ചോദ്യം ആ ഉത്തരാർത്ഥികൾ ഉത്തരം കൊടുക്കാതെ സൈലന്റ് ആയ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പൊ ദിസ് ഈസ് ദ ടൈം ഡോക്ക് അഡ്വൈസ്ഡ് ഹിം. ഈ സമയത്താണ് ഡോക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ അഡ്വൈസ് ചെയ്ത്, സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട, ഹാങ് അറൌണ്ട് ആൻഡ് യു വിൽ ലേൺ ദ ആൻസേഴ്സ് ഇൻ ദ ലോങ് റൺ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേണ്ട ആൻസേഴ്സ് എന്താണെന്ന് കിട്ടുമെന്ന്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ റിസർച്ച് മെത്തഡോളജിയുടെ പ്രത്യേകത ആണ്. അപ്പൊ ഇനി ഈ ബുക്കിന് കുറെ ക്രിട്ടിക്സും ഉണ്ടായിരുന്നു. ഈ റിസർച്ച് മെത്തഡോളജിയിൽ, എത്നോഗ്രഫിയിൽ ഏറ്റവും നല്ലൊരു ബുക്കാണ് SOS എന്ന് പറയുന്നത്. പക്ഷെ അതിന് കുറെ ന്യൂനതകളും പലരും വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ പ്രൈസ് റിസീവ്ഡ് ബൈ ദ ബുക്ക്, കുറെ പ്രൈസസ് സ്തുതിച്ചുകൊണ്ട് കുറെ പേര് ഈ ബുക്കിന് അനുകൂലമായിട്ട് വന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ റേസ്ഡ് അബൌട്ട് ദ മെത്തഡോളജി യൂസ്ഡ് ഇൻ റിസർച്ച് ആസ് എ സിംഗിൾ കേസ് സ്റ്റഡി ഓഫ് ദ. അതോടൊപ്പം തന്നെ ഇതിന് കുറെ വിമർശനങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഇത് സോഷ്യോളജിക്കൽ ഫീൽഡിൽ ഏറ്റവും നല്ലൊരു ബുക്ക് തന്നെയാണ് SOS എന്നുള്ളത്. അപ്പൊ വാട്ട് വേർ ദ മെയിൻ ക്രിറ്റിസിസം ഓഫ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി, അതുപോലെ വാട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസർച്ച് ഫൈൻഡിങ് ഇൻ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കിയിരിക്കാം. SES is a study about social interaction, network and everyday life among young Italian American men in Boston North End during the later part of the Great
depression. It describes the complex social world of highway gangs and corner boys to prove that an unprivileged community does not have the need for social disorder. Unprivileged കമ്മ്യൂണിറ്റിക്ക് സോഷ്യൽ ഡിസോർഡറിന്റെ ആവശ്യമില്ലെന്ന് അവർ ഒരു പ്രത്യേക സെറ്റപ്പിൽ തന്നെയാണ് വളരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു വൈറ്റ്, conversation of the group usually centered around the leader. If there were 2-3 ongoing conversation, they would dissolve and merge into one on arrival of the informal leader. The leaders were the one who made most of the suggestions related to any change or activities in the group. In addition to that, changes or activities were carried out only if they were approved by the leader. ലീഡറിന്റെ ആ പ്രത്യേകത ഇവിടെ വൈറ്റ് കാണിക്കുന്നതാണ്. അതുപോലെ റിലേഷൻഷിപ്പ് ഇൻ കോർണിവെൽ ആർ ബേസ്ഡ് ഓൺ റെസിപ്രോക്കൽ ഒബ്ലിഗേഷൻസ്. അപ്പോൾ ഞാൻ സഹായിക്കുകയാണെങ്കിൽ എനിക്കും എന്തെങ്കിലും ചെയ്തു തരിക, അങ്ങനെ ഒരു നിബന്ധനയിൽ കൂടിയാണ് ഇവർ മുന്നോട്ട് പോവുക. Street corner society was criticized for lack of methodological rigor as it was based on single case ആയതുകൊണ്ട് അവിടെ മെത്തഡോളജിക്കൽ റിഗേഴ്സ് ൊക്കെ ഷോർട്ടേജ് ആണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റിയുടെ വിമർശിച്ച ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഹിസ് മെത്തേഡ് സീംസ് ടു റിഫ്ലക്ട് എ പോസിറ്റിവിസ്റ്റിക് വ്യൂ ഓഫ് സയൻസ് ആൻഡ് ദെയർഫോർ ഗേവ് ലെസ് അറ്റൻഷൻ ടു ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ടെൻഷൻ, negotiation, crisis and changes. SES appears to focus more on structures and in doing so often ignored the agency of the individuals involved. In White's most important conclusion in street corner societies that the seemingly chaotic slum was informally organized. His key inference was the Cornwall was community that was pre-arranged, something that contradicted the general belief that slums were informally muddled sections. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ഭാഗത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോക്കിയേക്കുക. അപ്പം ഈ 3 ചാപ്റ്റേഴ്സും കേസ് സ്റ്റഡീസിന് കുറിച്ച് കേസ് സ്റ്റഡിയിൽ വരുന്ന ഭാഗങ്ങളാണ്.